ആകയാൽ നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥലത്തേക്ക് കയറി പോകണം. ആരും അശ്രദ്ധയായി നിൽക്കരുത്. എനിക്ക് പറയുവാനുള്ളത് തിരുവഴുത്തിലെ ചില കാര്യങ്ങൾ മാത്രമാണ്. ശുദ്ധ വേദപുസ്തകം ഈ ലോകത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടി വേദപുസ്തകം ഈ ലോകത്തോട് അറിയിക്കുന്നത്. ഓരോ മനുഷ്യനും കേട്ടനുസരിക്കേണ്ടതായ കാര്യമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചെന്നാൽ, ഓരോ മനുഷ്യനോടും ഏറ്റവും അധികം സംസാരിക്കുവാനുള്ളത് ദൈവത്തിനാണ്. ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടാവ്, നമ്മുടെ പിതാവ്, അങ്ങനെ നമുക്ക് കാണുവാൻ. ഇപ്പോൾ പിതാവിനാണ് നമ്മളോട് ഏറ്റവും അധികം സംസാരിക്കുവാനുള്ളത്, മറ്റാർക്കുമല്ല. അതിന് കാരണം നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ് അപ്രകാരം ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയുന്നത്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്ത്? അതിന് തിരുവഴുത്തിൽ പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളിൽ കൂടി ദൈവം നമ്മോട് പറയുകയാണ്, ഇടുക്കുവാനിൽ കൂടി കടക്കുവാൻ പോരാടുന്നവർ അനേകരാണ്, എന്നാൽ ജയിക്കുന്നവർ വളരെ ചുരുക്കം പേരാണ് ജയിക്കുന്നത്. അപ്പോൾ ഇടുക്കുവാതിനെ കഴിഞ്ഞ് വേണം നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ. എപ്പോഴും നമുക്ക് ഇടുക്കത്തിൽ കൂടി യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. അത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ആയതിനാൽ ഈ ഇടുക്കുവാതിലിൽ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ നമ്മുടെ കൂടെ വസിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ദൈവം തന്നെയാണ് പറയുന്നത്, ഇടുക്കുവാതിലിൽ കൂടി കടക്കുവാൻ അനേകർ പൊരുതും, എന്നാൽ ജയിക്കുകയില്ല എന്നുള്ളത്. വളരെ ചുരുക്കപ്പേര് മാത്രമാണ് ജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിശാലത ആവശ്യമാണ്, ഒരു നല്ല വിശാലത. ഇപ്പോൾ ഇടുക്കുവാതിലിന്റെ മുൻവശത്ത് ഭയങ്കര ഇടിയും തള്ളലും ഒക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ പറ്റും. കാരണം അപ്പുറത്ത് കടക്കാൻ മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വലിയ പ്രതിസന്ധികളും ജീവിത സാഹചര്യങ്ങളും അവൻ അനുകൂലമല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അവനെ ഇടുക്കിൽ നിന്ന് ഇടുക്കുവാതിലിൽ കൂടി അപ്പുറത്തേക്ക് കടക്കുവാൻ ബന്ധൽ കൊള്ളുന്നത്, അതിനായി പോരാടും. അപ്പോൾ തീർച്ചയായും ഈ ഇടുക്കുവാതിലിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അതിന് നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇരിക്കുന്ന കാര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുകയും അത് കേൾക്കുവാൻ വേണ്ടി നാം ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, തീർച്ചയായും ഇടുക്കുവാതിലിനെ നമുക്ക് എളുപ്പം കടന്ന് വിശാലതയിലേക്ക് പോകുവാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിൽ കൂടി തനിക്ക് ജനത്തോട് പറയാനുള്ളത്, ഈ ലോകത്തോട് പറയാനുള്ളത്
പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമകാലത്ത് നാം ജീവിക്കുന്ന ഈ വർത്തമാനകാലത്ത് ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടി ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് വിളിച്ചു പറയുവാൻ അവർ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്രകാരം അവരാണിപ്പോൾ ദൈവത്തിന്റെ സന്ദേശവാഹകരായി നമ്മുടെ ചുറ്റും എപ്പോഴും ഉള്ളത്. ഇപ്പോൾ അവർ പറയുന്നതായ ദൈവത്തിന്റെ വചനം അത് നമുക്കുള്ളതാണ് എന്നാണ് നാം മനസ്സിലാക്കുകയും അതിന് നാം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കിടക്കുവാതിൽ കൂടി കടന്നു പോകുവാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമുക്ക് വണ്ണം കൂടുതലായതുകൊണ്ടല്ല നമുക്ക് ഇടക്കുവാതിൽ കൂടി കടക്കുവാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ചെറുതായാൽ മാത്രം മതി നമുക്ക് ഇടക്കുവാതിൽ കൂടി സുഖമായി അപ്പുറത്തേക്ക് കടന്നു പോകുവാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിന്റെ മുൻപിലാണ് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചെറുതാകുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ജയിക്കുവാനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഉള്ളത്. അതാണ് ലോകത്ത് മുഴുവൻ ഏറ്റവും അധികം പ്രസംഗിക്കുന്നത്. സമാധാനത്തിന്റെ, അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിൻ്റെതായ ഈ സന്ദേശം അത് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കുകയും നാം ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുകയും ഇടുക്കുവാതിൽ കൂടി സുഗമമായി അപ്പുറത്ത് കടന്നവരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള സകലവിധ അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും ഇടയായി തീരുന്നത് ഈ ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും. ഓരോ പ്രതികൂലങ്ങൾക്കും നമ്മളെ തളർത്തിക്കളയുവാനോ നമ്മളെ തകർത്ത് കളയുവാനോ കഴിയുകയില്ല എന്ന് ഈ വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മുൻപിൽ നാം ഒന്ന് ചെറുതാകുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഇടക്കുവാതിൽ കൂടി കടക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. കർത്താവായ യേശുക്രിസ്തുവോ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിന്റെ സ്നേഹം എല്ലാവരിലും ധാരാളമായി നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.